അടുത്ത PM സുരേഷ് ബാബു, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് അസ്മ എന്ന യുവതി വീട്ടിലെ പ്രസവത്തിനിടയിൽ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? ഞാനിതിനകത്ത് കാര്യമായിട്ട് പ്രതികരിക്കേണ്ടതൊരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. കാരണം ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട എല്ലാ വികാരങ്ങളെ അതിനോട് പൂർണ്ണമായും ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഞാൻ യോജിക്കുന്ന ആളാണ്. ഈ പ്രാകൃതത്തിന് ഒരു മതത്തിൻ്റെ പരിവേഷവും കൊടുത്ത് പൊതുസമൂഹത്തിനകത്ത് എല്ലാവർക്കും അപമാനകരവും ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിയോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത കാണിച്ച വ്യക്തിയോട് കൊലപാതകം എന്ന് പറയുന്നത് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള നിലക്കെടുക്കുമ്പോഴും അത് ഏത് തരത്തിൽ എന്നുള്ളതല്ലെങ്കിലും കൊലയ്ക്ക് പ്രേരകമാകുന്ന രൂപത്തിൽ അവരെ കൺഫൈൻമെൻറ്റിൽ ഇട്ടിട്ടാണ് അവർക്ക് മരണത്തിലേക്ക് അടിമപ്പെട്ടു പോകേണ്ടത് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ ഒരു സാമൂഹ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചില വാക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളോ എടുത്ത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൈയും കാലും ഉപയോഗിച്ചുകൊണ്ട് നിയമം മുന്നിലേക്ക് ചാടി വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർ ഇത്രയധികം സാമൂഹ്യമായും ആരോഗ്യരംഗത്തും പുരോഗമിച്ചിട്ടുള്ള ഈ കേരളത്തിലും ഈ ഇന്ത്യ രാജ്യത്തും എന്തിനാണ് ഈ ക്രൂരത സ്ത്രീകളോട് കാണിക്കേണ്ടുന്നത്? ആ ക്രൂരതയുടെ പരിഭാഷം ഞാൻ മനസ്സിലാക്കിയുള്ള ഗുരുമൂർത്തിയുള്ളപ്പോൾ എനിക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദു മതത്തിലും മറ്റിതര മതങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ലൈംഗിക വീഴ്ച പോലും പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമേ പാടുള്ളൂ എന്ന് സംസ്കരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ പിറന്നവരാണ് നമ്മൾ. കാമഭ്രാന്തിൻ്റെ കാലമുള്ള അല്ലെങ്കിൽ കാമഭ്രാന്തിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ അത്തരമുള്ള ആളുകൾ അവർ ഭ്രാന്തന്മാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 1, 2, 3 എന്നുള്ളതിനേക്കാൾ ഉപരി തങ്ങളോടൊപ്പം മാതാവ് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ടല്ലോ. പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തുന്നവരാണ് മാതാവ്. ആ മാതാവിനെ ദൈവത്തിന് തുല്യമായി കാണണമെന്ന് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ അത്തരം സ്ത്രീകളെ ഈ തരത്തിലുള്ള റോങ്ഫുൾ കൺഫൈൻമെൻറ്റിലിട്ട് അവർക്ക് മരണം വിധിച്ചു കൊടുക്കുന്ന ആ പിറന്നു വീഴുന്ന കുഞ്ഞിന് ഒരു മാതാവിനെ നഷ്ടപ്പെടുന്ന അതിന് 6 മാസക്കാലം ശാസ്ത്രം പറയുന്നത് പച്ചവെള്ളം പോലും അല്ല ചൂടുവെള്ളം പോലും കൊടുക്കാതെ 6 മാസക്കാലത്തോളമെങ്കിലും മാതാവിൻ്റെ മുലപ്പാൽ കൊടുത്ത് മാത്രമേ കുഞ്ഞിനെ ആധുനിക കാലഘട്ടത്തെ വളർത്താൻ പാടുള്ളൂ എന്നനുശാസിക്കുന്ന ശാസ്ത്രീയ നിയമമുള്ള കാലത്ത് ആ കുഞ്ഞിനോടും തെറ്റ് ചെയ്തിരിക്കുന്നു. ആ കുഞ്ഞിനെ പോലും ഇവരുടെ മരണത്തിലൂടെ ആ കുഞ്ഞിനോടാണ് കൂടുതലായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ളത്. മൃതദേഹം പായയിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോയത്. അതും ഉണ്ടായത് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്കിലും അത് ഒരു നരാധമൻ എന്നവരെ നമുക്ക് പറയാൻ കഴിയും. നരാധമന്മാർക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ. അത് പായൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ എവിടെയൊക്കെയോ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മളുടെയൊക്കെ കുഞ്ഞുകാലത്ത് കണ്ടതാ. ഇപ്പോഴൊക്കെ അതെല്ലാം മാറി നല്ല വെള്ള തുണികളിലാണ് അത്തരം മൃതദേഹങ്ങൾ പോലും ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് എന്തൊരു മനുഷ്യനെന്നാണ് ഇവരെ കുറിച്ചൊക്കെ പറയേണ്ടുന്നത്? മനുഷ്യത്വത്തിൻ്റെ ഒരു സംസ്കാരം ഇവരിൽ തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അതിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുകളാണ് രക്ഷാകവചമായി ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ മതത്തിന്റെ പ്രശ്നം. PM സുരേഷ് ബാബു, ആ രക്ഷാകവചം അതിൻ്റെ ആനുകൂല്യം നിർലോഭം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, എനിക്ക് ഒറ്റ കാര്യം താങ്കളോട് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ആരോഗ്യവകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയല്ലേ? ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ തന്നെ കഴിഞ്ഞ ആഴ്ച വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. വീട്ടിൽ പ്രസവിക്കുന്ന മുസ്ലിം യുവതികൾക്ക് അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്ന കൂട്ടായ്മ അക്വിഷ്
അവർ സമൂഹ മാധ്യമത്തിൽ അവർ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൈമാറിയിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മാത്രമല്ല ഈ നരാധമനെതിരെ താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞു, ഈ നരാധമനെതിരെ ഈ നിമിഷം വരെയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു മനഃപൂർവ്വം ഉള്ള നരഹത്യ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പക്ഷെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല. അല്ല, അതിൽ നമുക്ക് അതിലേക്ക് വരാം. അതിനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്നൊരു സമീപനം എന്താണ്? സമീപനം നടത്തൽ കേസുകളോ മറ്റോ കാര്യങ്ങളല്ല. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ നിലപാടിനും നടപടിക്കും അതിന് ഒരു സാമൂഹ്യ നീതിയുടെ ബോധമുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു തരം വക്രീകരണത്തിൻ്റെ മതസ്പർദ്ധകളുണ്ട്, മത രൂപീകരണങ്ങളുണ്ടല്ലോ. അതിനെയാണ് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അതിനോടാണ് നമുക്ക് പ്രതികരിക്കേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ സ്ത്രീ എനിക്ക് തോന്നുന്നില്ല, ആ സ്ത്രീ എനിക്ക് സ്വമേധയാ മരണത്തിന് കീഴ്പ്പെടാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുറത്തു വിടാതിരിക്കുകയായിരുന്നു. ആ പുറത്ത് വിടാതിരിക്കുന്നത് ആരോഗ്യവകുപ്പിനൊന്നും ചെയ്യാനില്ല. കാരണം പലരും ഒന്നും ചെയ്യാനില്ല എന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഗർഭമില്ല, ഞാൻ പ്രസവിക്കാനില്ല, എൻ്റെ പ്രസവമില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുന്ന ഈ ആശാപ്രവർത്തകന്മാർ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഈ തൻ്റെ ഐഡൻറ്റിറ്റി, പ്രഗ്നൻസി ഐഡൻറ്റിറ്റി പ്രഖ്യാപിക്കാനോ അതിന് തയ്യാറാകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചു വലിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊന്നും ഒരു ഭരണകൂടത്തിനും കഴിയില്ല. പക്ഷേ അതിനെ സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഡൈബേഴ്സ്, ആളുകൾ, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. ഇത്തരം തെറ്റായ പ്രവണതകളെ, ഇത്തരം തെറ്റായ രീതികളെ സർക്കാർ ഇത്രയും അധികം ചെലവ് ചെയ്ത്, നാട്ടിലെ ജനങ്ങൾ ഇത്രയും അധികം ചെലവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയും ആശുപത്രി സജ്ജീകരണങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഒരു നിലപാടിൻ്റെ ഭാഗമായി അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞില്ല, ബസ്സിൽ പോകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതൊരു നിലപാടിന്റെ ഭാഗമല്ല, അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതൊരു നിലപാടാണ്. ആ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. എനിക്ക് കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ പോലും അതിനെ അംഗീകരിക്കുന്നില്ല. ആ നിലപാടിനെ മാറ്റിക്കാൻ നമ്മുടെ സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ നടത്തേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇദ്ദേഹത്തിന്റെ പേരിൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്നൊരു പഴയ IPC ഒരു വകുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഈ രണ്ടാമത്തെ ആ കൊച്ചു കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിലും അത് മരണത്തോടടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിക്കൂടായികയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ ഒരു സമൂഹവും കൊടുക്കാൻ പാടില്ല, ഒരു മതവും കൊടുക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കാൻ പാടില്ല, പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വളരെ കടുത്ത ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും.